ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ DRDOയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം അഡ്വർടൈസ്മെൻറ്റ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും 1/1/2026 പ്രകാരമുള്ള ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മുഴുവൻ 1/1/2026 എന്ന മാനദണ്ഡത്തിലായിരിക്കും. ഇനിയും ഇതിനെ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും ഈ ഒരു വർഷമായിരിക്കും. ഇനിയും ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത് 11/12/2025 ഇനിയും ഈ വിൻഡോ ക്ലോസ് ആകുന്നത് 1/1/2026 അതായത് അടുത്ത വർഷം 1-ാം തീയതി വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ്, നിങ്ങൾ പാസ്സായിരിക്കുന്ന നിങ്ങളുടെ ഏജ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ക്രൈറ്റീരിയ 1/1/2026 ഇനിയും ഇതിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന തീയതി, അതായത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് ഫീ ഉണ്ട്, ആ പേയ്മെൻറ്റിൻ്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ 3/1/2026 ഇനിയും വിൻഡോ കറക്ഷൻ, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിൻഡോ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സമയം തന്നിരിക്കുന്നത് 4/1/2026 മുതൽ 6/1/2026 വരെയാണ്. ഇതിന് ചിലപ്പോൾ എക്സ്പെൻസ് വരാനുള്ള കാര്യമുണ്ട്. ഇനിയും ഡേറ്റ് ഓഫ് ടയർ 1 എക്സാമിനേഷൻ അവർ അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. നിലവിൽ അത് അറിയിച്ചിട്ടില്ല, അധികം വൈകുമെന്ന് കണക്കാക്കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന വേക്കൻസികളാണ്. ഇതിൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് B എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 561 വേക്കൻസികളും അതുപോലെ തന്നെ ടെക്നീഷ്യൻ A എന്ന് പറയുന്ന പോസ്റ്റിന് 203 വേക്കൻസികളുമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനോ BTechോ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ളവർ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കരുത്. എന്നാൽ ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ BSc ഡിഗ്രി ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ BTechനോ അല്ലെങ്കിൽ PGക്കോ ജോയിൻ ചെയ്തവരാണ്, ഈ പറയുന്ന 1/1/2026 നിങ്ങൾ ഈ PG അല്ലെങ്കിൽ BTech യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുകൂടി പറയാം, അതായത് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലോ BTech MTech മുതലായ ഡിഗ്രി ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ഈ 1/1/2026 എന്ന തീയതിയിൽ ഈ പറയുന്ന നിർദ്ദിഷ്ട യോഗ്യത നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ വെച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ BSc വെച്ച് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് തന്നെ മറ്റ് അടുത്ത പോസ്റ്റിലേക്കും, അതായത് പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് അതിൽ മതിയായ യോഗ്യത ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ITI യോഗ്യത നേടിയിട്ടായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന BSc അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഹയർ വെച്ച് ITIയുടെ ഹയർ ആണ് ഡിപ്ലോമ എന്ന് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ITI യോഗ്യത നേടിയ ശേഷം നിങ്ങൾ ഡിപ്ലോമ നേടിയ ഒരാളാണ് അല്ലെങ്കിൽ ITI നേടിയ ശേഷം BSc നേടിയ ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ യോഗ്യത വെച്ച് നിങ്ങൾക്ക് 2 പോസ്റ്റിനും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഓരോ തസ്തികയുടെയും സാലറിയും ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമായിട്ട് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് B എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റ് പ്രകാരം ഇതിന്റെ പേ മെട്രിക്സ് ലെവൽ വരുന്നത് 6 ആണ്. 35,400 തുടങ്ങി 1,12,400 അവസാനിക്കുന്ന ഒരു പേ സ്കെയിലാണ്. ഇത് 7th പേ കമ്മീഷൻ പ്രകാരമുള്ളതാണ്. പുതിയത് വരുമ്പോൾ ഈ സാലറി സ്കെയിൽ മാറുന്നതായിരിക്കും. ഇനിയും ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്താണ്, നിങ്ങൾ BSc അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയവരായിരിക്കണം. നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്തുണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് BTech പോലുള്ള ഡിഗ്രികളോ ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നു. അടുത്തതായിട്ട് ടെക്നീഷ്യൻ A എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റിന്റെ പേ മെട്രിക്സ് വരുന്നത് ലെവൽ 2 ആണ്. ഇത് പ്രകാരം 19,900 തുടങ്ങി 63,200 അവസാനിക്കുന്നതാണ് സാലറി. സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സാലറിയേക്കാളും വളരെ കൂടുതലായിരിക്കും നിങ്ങളുടെ ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി. കാരണം അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ആണ്, അടിസ്ഥാന യോഗ്യത. ITIക്ക് ശേഷം നിങ്ങൾക്ക് മുകളിലേക്കുള്ള യോഗ്യതകൾ ഡിപ്ലോമയും അതുപോലെ തന്നെ BSc ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെയും നിങ്ങൾ ITI നേടിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള BTech പോലുള്ള യോഗ്യത അല്ലെങ്കിൽ MSc പോലുള്ള യോഗ്യത നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BTech, MTech, ഡോക്ടറേറ്റ്, MSc പോലുള്ള യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിയുടെ സെലക്ഷൻ പ്രോസസ്സാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇതിന് ടയർ 1 ടയർ 2 എക്സാമിനേഷൻ ഉണ്ട്. ടയർ 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമിനേഷൻ ആണ്.
ടയർ 2 എക്സാമിനേഷൻ ആണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. മാത്രവുമല്ല അതിനുശേഷം നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റും ഇതിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കണ്ടീഷൻ പ്രകാരമാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുവാനുള്ള അധികാരം പൂർണ്ണമായും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ DRDOയിലും നിക്ഷിപ്തമാണെന്ന് കൂടി നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. കാരണം ഈ പറയുന്ന പോലെ തന്നെ അല്ലാതെയും അവർക്ക് സെലക്ഷൻ പ്രൊസീജിയേഴ്സും എക്സാമും നടത്താനുള്ള മാനദണ്ഡമുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇക്വാളിറ്റി എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ മാത്രമേ അവർ പാലിക്കുകയുള്ളൂ. എന്ത് മാനദണ്ഡത്തിലും അവർ മാറ്റം വരുത്തുന്നതായിരിക്കും. അടുത്തതായിട്ട് ടെക്നീഷ്യൻ എയുടെ സെലക്ഷനാണ്. ഇവിടെയും 2 എക്സാമിനേഷനുകളുണ്ട്. ഈ ഒരു എക്സാമിനേഷന് ശേഷമായിരിക്കും ഇവിടെ സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത്. അതുകൂടാതെ ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. ഓർക്കുക DRDO ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിനൊപ്പം തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ, ഇന്റലിജൻസ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തുന്നതായിരിക്കും. നിങ്ങളുടെ മാർക്ക് മാത്രമായിരിക്കത്തില്ല മാനദണ്ഡം, നിങ്ങളുടെ ബാക്കി എല്ലാ മാനദണ്ഡങ്ങളും അവർ വിലയിരുത്തി തന്നെയായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഇനിയും ഇതിന്റെ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/1/2026 ആണ്. ഈ ഒരു പ്രായപരിധിയിൽ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് 2 പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഈ പ്രായപരിധിയിൽ OBC വിഭാഗങ്ങൾക്ക് 3 വർഷത്തെയും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെയും PWD അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് 10 വർഷത്തെയും PWD OBC വിഭാഗങ്ങൾക്ക് 13 വർഷത്തെയും PWD SC/ST വിഭാഗങ്ങൾക്ക് 15 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഇനിയും എക്സാമിനേഷന്റെ മോഡുകളിലേക്ക് പോകാം. അതിൽ CBT ഫോർ ദ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഇത് ആദ്യമായിട്ട് കോമൺ ഓൾ പോസ്റ്റ് കോഡുകൾക്ക് വേണ്ടിയാണ് നടക്കുന്നത്. ഇത് പ്രകാരം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 180ഉം മാർക്ക് 180ഉമാണുള്ളത്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തതായിട്ട് CBT 2 ആണ്. ഇതിൽ പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. അത് 20 മിനിറ്റ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അത് കൂടാതെ പാർട്ട് 2-ൽ ടെസ്റ്റ് സ്പെസിഫിക് ഓഫ് സബ്ജക്ട് ഓഫ് പോസ്റ്റ് കോഡ്, അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ പോസ്റ്റിന്റെയും കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഇതിന്റെ ഡീറ്റെയിൽ സിലബസിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ചെയ്താൽ ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആകും എന്നതുകൊണ്ടാണ്. അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിന്റെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിനേഷനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ വിശദമായ വീഡിയോ ആണ് നമ്മൾ ഇനി നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ടേബിൾ 2-ൽ വരുന്ന ടെക്നീഷ്യൻ A എന്ന് പറയുന്ന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇവിടെ CBT ഫോർ സ്ക്രീനിങ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് എക്സാമിനേഷൻ സ്ക്രീനിങ് തന്നെയാണ്. അതിനുശേഷം CBT 2-ൽ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റ് കോഡ് പ്രകാരം, അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന ഏതാണോ സബ്ജക്റ്റ് അത് പ്രകാരമുള്ള ഒരു എക്സാം ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. അതിൽ 90 മാർക്കാണ് ഉണ്ടാവുക. ഇനിയും CBT 1-ൽ 150 ക്വസ്റ്റ്യനും 150 മാർക്കുമാണ് ഉള്ളത്. അത് എലിമിനേഷൻ ആണ് നടത്തുന്നത്. അടുത്തതായിട്ട് ട്രേഡ് ടെസ്റ്റ് ആണ്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫയിങ് നേച്ചറാണ്. നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ പോലെ തന്നെ നിങ്ങളുടെ കൺസേൺഡ് ട്രേഡിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് അവർ നേരിട്ട് ടെസ്റ്റ് ചെയ്യുന്ന മാനദണ്ഡമാണ് അവിടെ ഉള്ളത്. അത് നടത്തിയ ശേഷമായിരിക്കും നിങ്ങളെ അവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ടെക്നീഷ്യൻ എയിൽ മാത്രമാണ് ഇത് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് ഫീ ആയിട്ട് വരുന്ന 250 രൂപയാണ്. എന്നാൽ നിങ്ങൾ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു 500 രൂപയോടെ ചേർത്ത് 780 രൂപ അടയ്ക്കണം. എക്സാം എഴുതാത്ത പക്ഷം നിങ്ങളുടെ 500 രൂപയും നഷ്ടപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എക്സാം ഉറപ്പുണ്ട് എന്നുള്ളവർ മാത്രം ഫീ കൊടുത്ത് എഴുതുക. അടുത്തതായിട്ട് ഈ SC/ST വുമൺ മുതലായവർക്ക് ഫീ ഇല്ല. എന്നാൽ റീഫണ്ടബിൾ ആയിട്ടുള്ള 500 രൂപ നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് താനും. ഇനി ടെക്നീഷ്യൻ എ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ ഫീ 100 രൂപ മാത്രമാണ്. അവിടെ നിങ്ങൾ 500 രൂപ റീഫണ്ടബിൾ ആയിട്ട് അടയ്ക്കണം. അങ്ങനെ ടോട്ടൽ 600 രൂപ ഫീ അടയ്ക്കേണ്ടതാണ്. SC/ST വുമൺ മുതലായവർക്ക് 500 രൂപ റീഫണ്ടബിൾ ആയിട്ടുള്ളത് മാത്രം അടച്ചാൽ മതി. അത് തിരിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അതായത് ടയർ 1 എക്സാമിനേഷൻ എഴുതാത്ത പക്ഷം ഈ റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് ഓർത്തുകൊള്ളുക. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന കാര്യമാണ്. ഇതിന് അപേക്ഷിക്കുവാനായിട്ട് ഓൺലൈൻ മോഡിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. drdo.gov.in എന്ന സൈറ്റ് വഴിയാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വ്യക്തവും കൃത്യമായൊരു ലക്ഷ്യത്തോടുകൂടി ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുക. DRDO എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ അഭിമാനമായ ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയുടെയും വലിയൊരു നേട്ടമാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ നേട്ടത്തിലേക്കുള്ള തുടക്കമാകട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിനുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി തയ്യാറായിരിക്കുകയാണ്. അതിനൊപ്പം നമുക്ക് ഒരുമിച്ച് നടന്ന് നിങ്ങളുടെ വലിയ ലക്ഷ്യമായിട്ടുള്ള DRDO എന്ന വലിയ സ്വപ്നം നേടിയെടുക്കാം.
അതിനായി ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.